തിരുവനന്തപുരത്ത് നിന്നും 360 ഡിഗ്രി വ്യൂ പോയിൻ്റുള്ള ഒരു സ്ഥലത്തേക്ക് നമുക്ക് യാത്ര തിരിച്ചാലോ? അവിടെ നിന്ന് തന്നെ അഗസ്ത്യാർകൂടവും അതുപോലെ തന്നെ അറബിക്കടലും കാണാൻ സാധിക്കുന്ന ഒരിടത്തേക്ക് നമുക്ക് യാത്ര ചെയ്യാം. സമുദ്രനിരപ്പിൽ നിന്ന് 1800 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശാസ്താ ക്ഷേത്രവും പാറയുടെ മുകളിലായി ഒരിക്കലും വറ്റാത്ത ആമ്പൽക്കുളവും നമുക്ക് കാണാം. തിരുവനന്തപുരത്തെ തിരക്കുകളിൽ നിന്ന് 14 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ പ്രദേശത്ത് എത്തിച്ചേരാനായിട്ട് സാധിക്കും. പേയാട്, തച്ചോട്ടുകാവ്, മോങ്ങോട് എന്നീ വഴികളിലൂടെ സഞ്ചരിച്ച് നമുക്ക് ഇവിടെ വിളപ്പിൽശാല പഞ്ചായത്തിലെ ശാസ്താംപാറ എന്ന അഡ്വഞ്ചർ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. സമുദ്രനിരപ്പിൽ നിന്ന് 1800 അടി ഉയരമുള്ളത് കൊണ്ട് തന്നെ ഈ സ്ഥലത്തിനെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളെയും പക്ഷിക്കാഴ്ച എന്ന രീതിയിലും ഉയരം കൂടിയത് കൊണ്ട് തന്നെ പീഠഭൂമി എന്ന രീതിയിലും ഉയരത്തിൽ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് കണ്ടാസ്വദിക്കാൻ സാധിക്കും. ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടന്ന് പടവുകൾ കയറി മുകളിലേക്ക് എത്തിയാൽ പ്രകൃതി നമുക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്ന ആ സൗന്ദര്യമായ വിസ്മയ കാഴ്ച, ആ വിരുന്ന് നമുക്ക് കണ്ടാസ്വദിക്കുവാൻ കഴിയുന്നതാണ്. രാവിലെയും വൈകുന്നേരവുമായിരിക്കും ഇവിടെ വന്നെത്തുവാനായിട്ട് കൂടുതൽ ഉചിതമായ സമയം. ഇവിടെ സന്ദർശന സമയം 8 മണി മുതൽ 5 മണി വരെയാണ്. വൈകുന്നേരങ്ങളിൽ നമുക്ക് പാസ് എടുത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ രാത്രി 7:30 വരെ ഇവിടെ നമുക്ക് പ്രകൃതി കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ സാധിക്കും. ഒരിക്കൽ ഈ ഭാഗമെല്ലാം വനമേഖലയുടെ ഭാഗമായിരുന്നു. ഇന്ന് അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ഭാഗമായതോടുകൂടി തന്നെ നമുക്ക് ഈ പ്രകൃതിയുടെ അനന്തമായ വിശാലമായ ലോകത്തിലേക്ക് നമുക്ക് യഥേഷ്ടം നടന്നു കയറാനായിട്ട് സാധിക്കും. ഈ പടവുകൾക്ക് നടന്നു കയറി മുകളിലെത്തിയാൽ നമ്മൾ കാത്തിരിക്കുന്ന കാഴ്ചകൾ വളരെ മനോഹരമാണ്. ഇവിടെ ഒരു കഫറ്റേരിയയും സ്ഥിതി ചെയ്യുന്നുണ്ട്. പകുതിയോളം ദൂരം കയറിയപ്പോൾ തന്നെ അത്യപൂർവമായ കാഴ്ചകൾ നമുക്ക് മുന്നിലേക്ക് വിരുന്നെത്തി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. എവിടെ നിന്ന് നോക്കിയാലും അത്യപൂർവ കാഴ്ചകൾ മാത്രമേ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. പാറക്കൂട്ടങ്ങളും പച്ചപ്പും പ്രകൃതിയുടെ അത്യപൂർവമായ ഭംഗിയും നമുക്ക് കണ്ടാസ്വദിക്കാൻ ഇവിടെ നല്ലൊരു ട്രക്കിംഗ് പോയിൻ്റ് തന്നെയാണ്. മഴ പെയ്യുന്ന സന്ദർഭങ്ങളിൽ പോലും ഈ പാറ സ്ലിപ്പാവുകയോ മറ്റു ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടേണ്ടി വരികയില്ല. വളരെ സേഫായി കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനും പാറയുടെ മുകളിലേക്ക് എത്താനും ഹാൻഡ് ഡ്രില്ലുകളും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നതിനാൽ ഏത് പ്രായക്കാർക്കും നടന്നു കയറി പ്രകൃതിയുടെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെ. ശാസ്താംപാറ അത്ര ചെറിയ പാറയൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ തട്ടുകളായി തന്നെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആദ്യം നമുക്ക് ഇവിടെ നിന്ന് നടുക്ക് തട്ടിലോട്ട് തന്നെ യാത്ര ചെയ്യാം. ഇവിടേക്ക് നടന്നു കയറിയെത്തുമ്പോൾ ഇവിടെ മണ്ഡപവും ശാസ്താവിൻ്റെ ക്ഷേത്രവും നമുക്ക് മുന്നിൽ ദൃശ്യമായി വരും. ചിറകടിച്ചുയർന്നു നിൽക്കുന്ന കഴുകനെ പോലെ വളരെ ഉയരങ്ങളിൽ നിന്ന് നമുക്ക് ഈ കാഴ്ച സിറ്റിയുടെ വൻകിട കെട്ടിടങ്ങളും സമുച്ചയങ്ങളും പ്രകൃതിയുടെ അനന്തമായ ലോകവും ദൂരക്കാഴ്ചയിൽ നമുക്കിവിടെ നിന്ന് കണ്ടാസ്വദിക്കുവാനായിട്ട് സാധിക്കും. തിരുവനന്തപുരം സിറ്റിയുടെ കെട്ടിട സമുച്ചയങ്ങൾ നമുക്ക് മുന്നിലായി തെളിഞ്ഞു വരുന്നത് ദൂരക്കാഴ്ചയിൽ നമുക്കിവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്.
ടൂറിസം വകുപ്പ് നമുക്കിവിടെ വന്നിരുന്ന പ്രകൃതി കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനായി ഇരിപ്പിടങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളതായി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. വറ്റാത്ത കുളവും ആമ്പലും കുട്ടികളുടെ പാർക്കും ആ ഭാഗങ്ങളിലേക്ക് നമുക്കിനി പോയി എത്തേണ്ടിയിരിക്കുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ വിളപ്പിൽ പഞ്ചായത്തിൽ തന്നെ മറ്റൊരു ദൂരക്കാഴ്ച ദൃശ്യമാകുന്ന കടുമ്പു പാറയും നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ശാസ്താംപാറയുടെ മറ്റൊരു പാറയുടെ തട്ടായിട്ട് കാണപ്പെടുന്ന ഈ ഭാഗത്തേക്ക് നടന്നെത്തുവാനായിട്ട് കൈവരികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ പല്ലെ പിടിച്ച് നമുക്ക് മേലിലോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്നും കാണുന്ന കാഴ്ചകൾ നമുക്ക് കണ്ടാസ്വദിച്ച് മടങ്ങി അതിന് മുകളിലേക്കുള്ള പാറയിലേക്കും കടന്ന് നമുക്ക് സഞ്ചരിച്ച് ദൂരങ്ങളിലേക്ക് ഉള്ള കാഴ്ചകൾ തേടി പോകാൻ കഴിയും. ഓരോ ഭാഗങ്ങളിലേക്കും കടന്നു ചെല്ലുമ്പോൾ പ്രകൃതിയുടെ അത്യപൂർവമായ കാഴ്ചയുടെ വിരുന്ന് തന്നെയാണ് നമുക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത്. പ്രകൃതിയുടെ സൗന്ദര്യം ഇത്രത്തോളമുണ്ടോ എന്ന് പോലും അതിശയിച്ചു പോകുന്ന അത്രത്തോളം ആസ്വാദനം നൽകാൻ കഴിയുന്ന ഒരിടം തന്നെയാണ്. വൈകുന്നേരം 3 മണിയായപ്പോൾ ഇവിടെ എത്തിയതാണ്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു നിന്ന് സമയം പോയതറിഞ്ഞില്ല. സമയം 4:51. ഇതിൽ അത്യപൂർവം കാഴ്ചകൾ ഇനിയാണ് നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നത്. തിരുവനന്തപുരം സിറ്റിയുടെ അത്യപൂർവ കാഴ്ചകളും രാത്രിയുടെ കണ്ണതിശയിപ്പിക്കുന്ന അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് മുന്നിലേക്കായി ഒരു നിലാസ്വപ്നത്തിൽ നിന്ന് ഉറക്കമുണർന്നതുപോലെ നമുക്ക് മുന്നിലേക്ക് തെളിഞ്ഞു വരും. കുട്ടികളുടെ പാർക്കിനടുത്തായി കാണുന്ന ഈ ആമ്പൽക്കുളവും ഇതുപോലെ ഇനിയും വേറെ ആമ്പൽക്കുളമുണ്ട്. അവിടേക്ക് നമുക്ക് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. എവിടെ നിന്ന് നോക്കിയാലും അത്യപൂർവമായ മനോഹര കാഴ്ചയുടെ വ്യൂ തന്നെയാണ് ശാസ്താംപാറ നമുക്ക് മുന്നിലേക്ക് കാഴ്ചവെക്കുന്നത്. കുട്ടികളുമായി വരുന്നവർക്കും ഇവിടെ പ്രകൃതിയുടെ മടിത്തട്ടിലെന്നോണം ഈ പാർക്കിൽ സമയം സ്പെൻഡ് ചെയ്യാനും
കുട്ടികൾക്ക് ഇവിടെ നല്ല സേഫ്റ്റിയോടെ തന്നെ അവർക്ക് കളിച്ചുല്ലസിക്കുവാനും ഇവിടെ സാധിക്കുന്നതാണ്. പ്രകൃതിയുടെ അനന്തതയിലേക്കെന്നോണം വഴി തുറന്നു വച്ചിരിക്കുന്ന ഈ ഭാഗത്തൂടെ നടക്കുമ്പോൾ കിട്ടുന്ന മനസ്സിനൊരു സന്തോഷവും കുളിർമയും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതൊന്നു തന്നെയാണ്. ആകാശ കാഴ്ചയുടെ വർണ്ണനകൾ വാരി വിതറി നമുക്ക് മുന്നിലേക്ക് തുറന്നു വയ്ക്കുന്ന മറ്റൊരു ലോകം. ഇനി നമ്മുടെ യാത്ര ശാസ്താംപാറയുടെ പാറത്തട്ടുകളിൽ ഏറ്റവും പൊക്കം കൂടിയ പാറയിലേക്കാണ്. അവിടെയാണ് ഇനി മറ്റൊരു ആമ്പൽക്കുളവും പിന്നെ നമുക്ക് കൂടുതലായി ഉയരങ്ങളിലേക്കെന്നോണം കൂടുതൽ കാഴ്ചകൾ നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നൊരു വിസ്മയ ലോകവും ഉയരങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ശാസ്താംപാറയുടെ ഫുൾ വ്യൂ പോയിൻ്റ് നമുക്ക് മുന്നിലേക്ക് തെളിഞ്ഞു വരും. നമുക്ക് ആ കാഴ്ചകളിലേക്ക് നടന്ന് സഞ്ചരിച്ച് അവിടേക്ക് യാത്ര തിരിക്കാം. ഈ പാറ ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ തെളിഞ്ഞു വരുന്നത് ഒരു ലവിൻ്റെ മോഡലിൽ ഒരു ആർച്ചായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആ നിമിഷമൊന്ന് ചിന്തിച്ചു പോയി. കാരണം ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന അങ്ങനെ ഒരു കാഴ്ച അറബിക്കടലും അഗസ്ത്യാകൂടവും തിരുവനന്തപുരം സിറ്റിയും നമുക്ക് മുന്നിൽ ദൃശ്യമാകുന്ന ഒരു അത്യപൂർവമായ ഒരു വിസ്മയം അതുതന്നെയാണ് ശരിക്കും. ഇതാണ് ഇവിടെ ഒരിക്കലും പറ്റാതെ എന്നും സുലഭമായി നമ്മുടെ കൺമുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആമ്പൽക്കുളം. നാം ദിനം പ്രതി പല കാഴ്ചകളും പല യാത്രകളും ജീവിത വഴിത്താരയിൽ പലരെയും കണ്ടുമുട്ടുകയും പലരുമായി പല രീതികളിൽ ഇടപെടുകയും ജീവിതം മുന്നോട്ടും കഷ്ടപ്പാടും സങ്കടങ്ങളും എല്ലാം ഉള്ളൊരു ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമെങ്കിലും പ്രകൃതിയുടെ അവിസ്മരണീയമായ ഇങ്ങനെയൊരു കാഴ്ച നമ്മുടെ മനസ്സിനെ കുറച്ചെങ്കിലും മാറ്റുന്നതല്ലേ. ഇത്രയും വലിയൊരു പാറയുടെ മുകളിൽ അവിടെയായി ഒരു ജലാശയവും അതിന് ചുറ്റുമായി നമുക്ക് കാണാൻ പറ്റുന്ന അത്യപൂർവ കാഴ്ചകളും മനസ്സിലേക്ക് ഓടിയെത്തുകയും എന്നും ഓർമ്മകളിൽ സൂക്ഷിച്ചു നിർത്താനും കഴിയുന്ന ഒരു സ്ഥലം തന്നെയല്ലേ നമ്മുടെ ഈ ശാസ്താംപാറ. ശാസ്താംപാറയുടെ പകലിൻ്റെ ഭംഗികൾ ഏകദേശം സൂര്യനിലോട്ട് വഴിമാറേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. പകൽ സൂര്യൻ രാത്രിക്ക് വഴിമാറിക്കൊടുക്കുന്ന അസ്തമയ കാഴ്ചകളും ശാസ്താംപാറയുടെ രാത്രി ഭംഗിയും നമുക്കിനി അടുത്ത ചാപ്റ്ററിൽ അടുത്ത എപ്പിസോഡിൽ ഒന്നിച്ച് കണ്ടാസ്വദിക്കാം. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.